വരൂ, ഈ തെരുവുകൾ കാണൂ. എത്ര ശുദ്ധമായിട്ടാണ് ഈ നിരത്തുകൾ കാണപ്പെടുന്നത്. ഒരു കടലാസ് കഷണമോ കരിയിലയോ പോലും നിരത്തിൽ കാണാനില്ല. പാതയോരത്ത് ചെളിവെള്ളവും കെട്ടിക്കിടക്കുന്നില്ല. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല. നിരത്തിനിരുവശത്തും ഫ്ലാറ്റുകളിലും വീടുകളിലുമായി ജനങ്ങൾ താമസിക്കുന്നു. ചില സ്ഥാപനങ്ങളും പാതയോരത്തുണ്ട്. ഒരിടത്തു നിന്നും ആരും മാലിന്യങ്ങൾ തെരുവിലേക്ക് എറിയുന്നില്ല. വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ച് കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. അതിനാൽ പൊതുസ്ഥലത്ത് ഒരിടത്തും ഒരു മാലിന്യവും കാണാനില്ല. ഓരോ വാസസ്ഥലത്തിനു മുന്നിലും ചെറിയ മുറ്റമേ ഉള്ളുവെങ്കിലും ഹരിതാഭമായ ചെടികളും മരങ്ങളും വളർത്തി വെട്ടിയൊതുക്കി നിർത്തിയിരിക്കുന്നു. നിറയെ പൂക്കൾ വിടരുന്ന ചെടികളും മുറ്റങ്ങളിൽ ആവുന്നത്ര വളർത്തിയിരിക്കുന്നു. തെരുവുകൾ പ്രശാന്തരമണീയമാണ്. ആരവങ്ങളും വാഹനങ്ങളുടെ ഹോൺ ശബ്ദം പോലും തീരെ കേൾക്കാനില്ല. ജനങ്ങളുടെ പ്രധാന വാഹനം കാറുകളാണ്. നിരത്തിൻ്റെ അരികിലായി പലയിടത്തും കാറുകൾ നിരനിരയായി പാർക്ക് ചെയ്തിരിക്കുന്നു. അമിത വേഗതയില്ലാതെ കാറുകൾ നിരത്തുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ചെറിയ ദൂരങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് എല്ലാവരും സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. സൈക്കിളും കാറുകളും അല്ലാതെ മറ്റു വാഹനങ്ങൾ, ടൂ വീലറുകളോ ഓട്ടോറിക്ഷകളോ കാണാനില്ല. പാരിസ്ഥിതികമായ പരിഗണന വേണ്ടുവോളമുള്ള സമൂഹമാണ് ഇവിടെ ഉള്ളത്. മണ്ണും വായുവും ജലവും മലിനപ്പെടുത്താത്ത ജീവിത ശൈലി സ്വാംശീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. പാതയോരത്തെ മരങ്ങൾ കാണുക. നൂറ്റാണ്ടുകളുടെ പഴക്കമൊന്നുമില്ല. ആസൂത്രിതമായി നഗരഗ്രാമങ്ങൾ വികസിപ്പിച്ചതിൻ്റെ ഭാഗമായി വെച്ചുപിടിപ്പിച്ച മരങ്ങൾ തന്നെയാണിവ എന്ന് മനസ്സിലാക്കാവുന്നത്. നിയമങ്ങളും വ്യവസ്ഥകളും കൃത്യമായി അനുസരിക്കുന്ന ജനത, സുരക്ഷിതത്വമുള്ള സാമൂഹിക ജീവിതം, ആരോഗ്യകരമായ ജീവിതം. ജർമ്മനിയിലെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ സ്റ്റേറ്റിലെ ബോൺ സിറ്റിയിൽ ഉൾപ്പെടുന്ന കെസലിഷ് എന്ന പ്രദേശത്തെ തെരുവുകളിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത്.